വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. വചനം പഠിക്കുവാൻ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാകുന്നു. വചനം കേട്ട് തിരിച്ചറിവ് പ്രാപിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ നിന്റെ മക്കൾക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, വിശ്വാസം എന്നത് വചനാധിഷ്ഠിതമായിരിക്കണം. വിശ്വാസം വചനത്തിന് അനുസൃതമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ വിശ്വാസം. എല്ലാ മനുഷ്യർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ട് അവരുടെ ജീവിതത്തിൽ. ചുരുക്കം പറഞ്ഞാൽ മനുഷ്യർ മുഴുവൻ അനേകം വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ് മനുഷ്യരിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വിശ്വാസങ്ങളുടെ ഒരു കലവറയാണ് മനുഷ്യ സമൂഹം എന്ന് പറയുന്നത്. ഒരു പാർട്ടിയിൽപ്പെട്ടവർക്ക് പോലും പല വിശ്വാസങ്ങളുള്ളവരുണ്ട്. ഒരു മതത്തിൽപ്പെട്ടവർക്ക് പോലും പല വിശ്വാസങ്ങളുണ്ട്. ഒരു സഭയിൽപ്പെട്ടവർക്ക് പോലും പല വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് വൈവിധ്യമാണ്. അത് എല്ലായിടത്തുമുള്ളതാണ്. അത് എല്ലാവരിലുമുള്ളതാണ്. നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ ആദിമ ചരിത്രം എന്ന് പഠിക്കുന്നത് നല്ലതാണ്. അതായത് ആദിമ മനുഷ്യനായ ആദാം എന്നാണ് നമ്മൾ പറയുന്നത്. വാസ്തവത്തിൽ ആദാം എന്ന് പറയുന്നത് ഏതാണ്ട് ശാസ്ത്രം പറയുന്നത് 50 മില്യൺ ഇയേഴ്സിന് മുമ്പ് മുതൽ പോലും മനുഷ്യനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ആദാം ഹവ്വ എന്ന് പറയുന്നത് മാനവരാശിയുടെ ആദ്യത്തെ സൃഷ്ടിയിൽപ്പെട്ട അനേകരിൽ ഒരു ക്രോസ് സെക്ഷൻ മാത്രമാണ്. അതായത് വേറെ പലരും ആദ്യ സൃഷ്ടിയിൽ എല്ലാവരുടെയും കാര്യം നമുക്കിതിൽ എഴുതാൻ പറ്റുകയില്ല. കാരണം ആയിരങ്ങളാണ് മനുഷ്യർ. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പല മതങ്ങൾ ഉള്ളതായി നമുക്കറിയാം. ചരിത്രം കാണിക്കുന്നത് അനേകം മതങ്ങൾ ഉണ്ടായിരുന്നതായി പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. തിരുവചനപ്രകാരം ആദാമും ഹവ്വായും എന്ന് പറയുന്നത് ആദിമ മനുഷ്യരായിട്ടാണ് നാം കണക്കാക്കുന്നത്. അവരുടെ വിശ്വാസം പോലും അന്ന് ഭൂമുഖത്തുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിലൊക്കെയുള്ള മറ്റു മതങ്ങളിലൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. അന്നും മറ്റു മതങ്ങളിലുള്ള ആളുകൾ അന്നുമുണ്ട്. നമ്മൾ ആദിമ മനുഷ്യനെ കുറിച്ച് നാം ചിന്തിക്കുന്ന അവസരത്തിൽ വളരെയധികം ഗ്യാപ്പുകൾ ഓരോ മനുഷ്യനും തമ്മിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെ ചിലരുടെയൊക്കെ മാത്രമേ നമ്മൾ തിരുവചനത്തിൽ കാണാൻ കഴിയുള്ളൂ. തിരുവചനം ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഒരാത്മീയ ഗ്രന്ഥം മാത്രമല്ല, അതൊരു ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. മനുഷ്യ ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമത്രേ തിരുവചനം എന്ന് പറയുന്നത്. ആദിമ മനുഷ്യനായ ആദാമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദാമിൻ്റെ വിശ്വാസം എന്തായിരുന്നു? അവൻ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവത്തിൻ്റെ പ്രസാദം നഷ്ടപ്പെടുത്തി. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കാൻ വേണ്ടി ആദാം എന്തെങ്കിലും ചില കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ ആദാമിൻ്റെ സന്തതികളായ കയീനും ഹാബേലും വഴിപാടുകളുമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്.
വഴിപാടുകളുമായി ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ഈ ഹാബേലും കയീനും അവരുടെ ഹൃദയങ്ങൾ ദൈവം അറിഞ്ഞു. ദൈവം നോക്കുന്നത് ഈ വഴിപാടിൻ്റെ ഗുണമോ അവർ ചെയ്യുന്ന വികലമായ ആരാധനകളുടെ ഗുണമോ അല്ല. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. നിന്റെ ഉള്ളിൽ നന്മ വസിക്കുന്നുവെങ്കിൽ നിന്റെ യാഗത്തിൽ ഞാൻ പ്രസാദിക്കയില്ലയോ എന്ന് കയീനോട് പറയുന്നുണ്ട്. എന്നാൽ ഹാബേലിൻ്റെ ഹൃദയത്തിൽ നന്മ വസിക്കുന്ന ഹൃദയമായിരുന്നു. അതുകൊണ്ടാണ് ഹാബേലിൻ്റെ യാഗം അഥവാ ഹാബേലിൻ്റെ വഴിപാട് ദൈവം അംഗീകരിച്ചു കൊടുത്തത്. അല്ലാതെ ഹാബേലിൻ്റെ വഴിപാടിൽ രക്തമുള്ളത് കൊണ്ടല്ല, ആടുള്ളത് കൊണ്ടല്ല, മൃഗരക്തമുള്ളത് കൊണ്ടല്ല. ദൈവം രക്തം കണ്ട് പ്രസാദിക്കുന്നവനല്ല. ദൈവത്തിന് രക്തം ആവശ്യമില്ല മനുഷ്യനിൽ പ്രസാദിക്കുന്നതിന്. അവൻ്റെ ഹൃദയമാണ് ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഹാബേലിൻ്റെ ബലി അഥവാ ഹാബേലിൻ്റെ വഴിപാട് ദൈവം അംഗീകരിക്കുന്നത്. ഹാബേലിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നോഹയുടെ കാലമൊക്കെ ആയി. നോഹയുടെ കാലമൊക്കെ ആയപ്പോഴേക്കും വിശ്വാസത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ വഴിപാട് മാത്രമല്ല, യാഗം കൂടിയായി, ബലി കഴിപ്പിക്കലായി. അതായത് ബലി കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ ദോഷങ്ങൾ വിട്ടുമാറുന്നുവെന്നും പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുവെന്നും മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം. ഒരുപക്ഷെ അത് നോഹയുടെ കാലഘട്ടത്തെ ആരംഭിച്ചെങ്കിൽ തന്നെയും ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബലി കഴിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ശാപങ്ങൾ മാറുന്നു, പാപങ്ങൾ അകന്നു പോകുന്നു എന്നൊക്കെ, പരിഹാരമുണ്ടാകുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാം. ഒരു കോളേജിലെ അധ്യാപകരായിരുന്ന ഭാര്യയും ഭർത്താവും അവരുടെ ഒരു മകൾ ബലി കഴിപ്പിക്കപ്പെട്ടു. ബലി കഴിച്ചു. അവൾ ഇന്നവരെ ജയിലിലാണ്. കാരണം എന്താ? അവരുടെ കുടുംബത്തിൻ്റെ ശാപം പോക്കാൻ വേണ്ടി, കുടുംബത്തിൻ്റെ പാപം മാറ്റാൻ വേണ്ടി. അപ്പൊ പാപം മാറ്റിക്കളയുവാൻ ബലി ആവശ്യമുണ്ടെന്ന് മനുഷ്യൻ വിശ്വസിച്ചു. ഈയിടെയായി കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന സംഭവം നമുക്കറിയാം. എലന്തൂരിൽ നടന്ന സംഭവം, 2 സ്ത്രീകളെ ബലി കഴിച്ചു. അപ്പൊ ചുരുക്കത്തിൽ ഈ ബലി കഴിച്ച് ശാപമകറ്റുക, പാപം അകറ്റുക എന്നുള്ള പ്രക്രിയ അന്ന് തുടങ്ങിയതല്ല, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയത് ഇന്നും അത് നിലനിൽക്കുന്നു. അത് ചരിത്രം മുഴുവൻ നിലനിൽക്കുന്നതാണിത്. അതുകൊണ്ടാണ് നമ്മൾ തിരുവചനം പലയും നമ്മൾ ശ്രദ്ധിക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാകും ഏതെല്ലാം തരത്തിലുള്ള യാഗങ്ങളാണ് നിലനിന്നിരുന്നത്. ആ യാഗങ്ങളിൽ കൂടിയൊക്കെയും മനുഷ്യൻ്റെ കുറവുകൾ മനുഷ്യനെ അംഗീകരിച്ച് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ പ്രസാദം പറ്റുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ലക്ഷ്യം. അങ്ങനെ ചരിത്രം കടന്നുപോയി. അത് കഴിഞ്ഞതിന് ശേഷം അബ്രഹാമിൻ്റെ കാലം വന്നപ്പോൾ അബ്രഹാമിൻ്റെ പിതാവ് ഒരു ആരാധകനായിരുന്നു. അപ്പൊ യാഗം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വിഗ്രഹത്തിന്റെ മുമ്പിൽ യാഗം കഴിക്കുന്ന സിസ്റ്റമായി. വിഗ്രഹ വിൽപ്പനക്കാരനായിരുന്നു അബ്രഹാമിന്റെ പിതാവ് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ആ കാലത്ത് വിഗ്രഹാരാധനയുണ്ടായി. വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് കാണാൻ കഴിയാത്ത എല്ലാ വസ്തുക്കളെയും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അജ്ഞത കാരണം. പ്രാചീന മനുഷ്യനല്ലേ, അവർക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. അവർക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത സകല കാര്യങ്ങളെയും അവർ ആരാധിക്കുവാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ബിംബങ്ങൾ ഉണ്ടാക്കുവാൻ തുടങ്ങി.
ഈ ബിംബങ്ങളെ അവർ ആരാധിക്കുവാൻ തുടങ്ങി. പ്രാചീന കാലത്ത് ബിംബാരാധന ഒരു പതിവായിരുന്നു മനുഷ്യ സമൂഹത്തിൽ. അതായത് ഗ്രീക്ക് സംസ്കാരത്തിലേക്ക് നമുക്ക് കടക്കുമ്പോൾ അവിടെ അനേക വിഗ്രഹങ്ങൾ സ്ഥിതി ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ സുവിശേഷം ഏതൻസിലേക്ക് വ്യാപിപ്പിച്ചു. അതായത് ഏതൻസ് എവിടെയാണെന്ന് പറഞ്ഞാൽ കൊറിയ ഗ്രീസിലാണ്. ഏതൻസിൽ താൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ അനേകം വേദിക്കല്ലുകൾ കാണുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങളാണ്. അനേകം വിഗ്രഹങ്ങൾ താൻ കാണുകയുണ്ടായി. എന്നാൽ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അജ്ഞാത ദേവൻ, അപ്പോൾ അനേകം ദേവന്മാരെ അവർ ആരാധിക്കുന്നവരായിരുന്നു എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഗ്രീക്കുകാരാണ് ദേവതകളുടെ ആരാധകർ എന്ന് പറഞ്ഞാൽ അനേകം ദേവതമാരവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വിഗ്രഹം ഉണ്ടാക്കിയവർ ആരാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിഗ്രഹാരാധനയുടെ കാലം കഴിഞ്ഞതിന് ശേഷം വിഗ്രഹാരാധന ഇന്നും തുടരുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം അബ്രഹാമിലേക്ക് കടന്നു വരുമ്പോൾ യാഹുവേ എന്ന സത്യ ഏക ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അബ്രഹാം തിരിച്ചറിഞ്ഞു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെല്ലാം യാഹുവേ എന്ന സത്യ ഏക ദൈവത്തെ തിരിച്ചറിഞ്ഞവരാണ്. ആ സത്യ ഏക ദൈവത്തിൽ കൂടി മാത്രമേ മനുഷ്യന് ആ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് വേണം. അപ്പോഴേക്കും പല വിധത്തിലുള്ള സംസ്കാരങ്ങൾ, വിശ്വാസങ്ങൾ കടന്നുപോയി. അപ്പോഴും രാജാക്കന്മാരുടെ ഇടയിലൊക്കെ വിഗ്രഹങ്ങളുടെ ആരാധന അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാൽ വിഗ്രഹങ്ങൾ, അശേര പ്രതിഷ്ഠകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ തിരുവേനത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ദേവന്മാരുടെയൊക്കെ അനേക പട്ടിക തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അവിടെയൊക്കെയും ദേവന്മാരെ ആരാധിക്കുന്നതായി നമുക്ക് കാണാം. അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ വിഗ്രഹാരാധന സമൂഹത്തിൽ നിലവിൽ വന്നു. വിഗ്രഹാരാധന കഴിഞ്ഞതിന് ശേഷം, ആ ഒരു കാലയളവിന് ശേഷമാണ് പ്രവാചകന്മാർ വെളിപ്പെടുന്നത്. പ്രവാചകന്മാർ വെളിപ്പെട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പ്രവാചകന്മാർ വെളിപ്പെട്ടപ്പോൾ സകല ആരാധനയും സ്തോത്രമെന്ന ഒരൊറ്റ യാഗത്തിൽ കൂടി അവർ ചുരുക്കി. സ്തോത്രമെന്ന അധരയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹിമപ്പെടുത്തുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവമക്കളെ യഥാർത്ഥ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതായത് സകല യാഗങ്ങളും രക്തച്ചൊരിച്ചിലും എല്ലാം മാറ്റി സ്തോത്രമെന്ന അധരയാഗത്തിൽ ഒതുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാർക്ക് വെളിപ്പാട് കൊടുത്തു. അതിനാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ആ വെളിപ്പാടിൽ കൂടി പ്രവാചകന്മാർ മുഴുവൻ, ഏറ്റവും ഒടുവിൽ യെശയ്യാ പ്രവാചകനൊക്കെ പറയാം, നിങ്ങളുടെ യാഗങ്ങൾ എനിക്ക് കാണണ്ട, നിങ്ങളുടെ മൗഢ്യമായ ആരാധനകളൊന്നും എനിക്ക് കാണണ്ട എന്ന് യെശയ്യാ പ്രവാചകൻ പറയുവാൻ കാരണം അതാണ്. നിങ്ങളുടെ ഒരു യാഗത്തിൽ ഞാൻ പ്രസാദിക്കുകയില്ല എന്ന് യെശയ്യാ പ്രവാചകൻ പറയാനുള്ള കാരണം അതാണ്. യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത്, സ്തോത്രമെന്ന അധരയാഗത്തിലാണ്. സ്തോത്രമെന്ന അധരയാഗം. സങ്കീർത്തനക്കാരൻ ദാവീദിന്റെ കാലമായപ്പോഴേക്കും സ്തോത്രമെന്ന അധരയാഗം ഇടവിടാതെ അർപ്പിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കതൊക്കെ അന്യം നിന്ന് പോയോ എന്ന് തന്നെ സംശയമുണ്ട്. സ്തോത്രമെന്ന യാഗം വല്ലപ്പോഴും നമ്മൾ പുസ്തകം വായിച്ച് പറയുന്നതല്ലാതെ സ്വന്തമായിട്ട് ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ധൈര്യം ഇന്ന് മനുഷ്യ സമൂഹത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ആ ഒരവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടാകണം. സ്തോത്രമെന്ന അധരയാഗം അർപ്പിക്കുവാൻ, അതാണ് പൗലോസ് അപ്പോസ്തലൻ എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്.
യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്ന അധരബലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പുതിയ നിയമത്തിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് സ്തോത്രമെന്ന അധരയാഗം. എവിടെ നിന്നാണ് ലേഖനങ്ങളിലെ സ്തോത്രമെന്ന അധരയാഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ്? ലേഖനങ്ങളിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ലേഖനങ്ങൾ എഴുതിയതിൽ മുഖ്യ എഴുത്തുകാരൻ എന്ന് പറയുന്നത് ആരാണ്? പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് ഈ സ്തുതികളെക്കുറിച്ച് പഠിച്ചത്? സ്തുതികളുടെ ബാലപാഠം പഠിച്ചത് പൗലോസ് അപ്പോസ്തലൻ ദാവീദിൽ നിന്നാണ്. ദാവീദിന്റെ സങ്കീർത്തനത്തിൽ നിന്നാണ്. ദാവീദിന്റെ സങ്കീർത്തനം മുഴുവൻ സ്തോത്രയാഗങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 150 സങ്കീർത്തനത്തിൽ കൂടി ഏതാണ്ട് 363 പ്രാവശ്യം ദൈവത്തെ സ്തുതിക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തുതികൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 150 ഇത്രയും 149 സങ്കീർത്തനം എഴുതിയിട്ടും സ്തോത്രം പറഞ്ഞ് മതിയായില്ല. അപ്പോൾ 150 സങ്കീർത്തനം ദാവീദ് എഴുതിയിരിക്കുന്നത് എന്താണ്? സ്തുതികൾ കൊണ്ട് അതിനെ അങ്ങ് നിറച്ചിരിക്കുകയാണ്. ആ 150 സങ്കീർത്തനം. ജീവനുള്ള ഒറ്റ ഒടി പറഞ്ഞു നിർത്തിയത് എന്താ? നിനക്ക് ജീവൻ ഉണ്ടെങ്കിൽ നീ ദൈവത്തെ സ്തുതിച്ചിരിക്കുക. ജീവൻ എങ്ങനെയാണ് 150 സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്? ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിനക്കൊരല്പം ജീവൻ ഉണ്ടെങ്കിൽ അവിടെ കിടന്നുകൊണ്ട് സ്തോത്രം പറയണം. അവിടെ കിടന്നുകൊണ്ട് ഹല്ലേലൂയ പറയണം. അതാണ് സത്യവചനം എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ സ്തുതികളെ കുറിച്ച് പഠിക്കുന്നത്. അതിനുശേഷമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി ചേർത്തു. എന്താണ് എഴുതി ചേർത്തത്? പൗലോസ് അപ്പോസ്തലൻ എഴുതിയ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ദൈവത്തെ സ്തുതിക്കുക എന്ന് ആവർത്തിച്ച് തൻ്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. ആര് പറഞ്ഞു? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. എവിടുന്ന് കിട്ടി ഈ അറിവ്? ദാവീദിൽ നിന്ന് ലഭിച്ചതാണ്. ദാവീദിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലൻ സ്തുതി പഠിക്കുന്നത് തന്നെ. തൻ്റെ ലേഖനങ്ങളിൽ പിന്നെ നിറഞ്ഞ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പോലും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ്. തന്നിരിക്കുന്നതിനായ സ്തോത്രം. തരണേ തരണേ എന്ന് പറയുന്നതിന് പകരം കർത്താവേ എനിക്ക് തന്നിരിക്കുന്നതിനായ സ്തോത്രം. എല്ലാത്തിനും സ്തോത്രം പറയുക. അതാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ വിശ്വാസം പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസം സ്തോത്രയാഗമായി മാറി. സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹിമപ്പെടുത്തുന്നു. യേശുവിൻ്റെ നാമം ഒന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ തന്നെ യേശുവേ സ്തോത്രമെന്ന് നീ നിന്റെ ആവശ്യങ്ങളെ മനസ്സിലിരുത്തിക്കൊണ്ട് യേശുവേ സ്തോത്രം എന്നൊന്ന് പറയുവാൻ കഴിയുമോ? നിന്റെ പ്രാർത്ഥന പൂർണ്ണമായി. സകലതും ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതും മുഴുവൻ കർത്താവ് ലേഖനങ്ങൾ കൂടി നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യ ജീവൻ ആവശ്യമുള്ളത് മുഴുവൻ ദൈവം നൽകി തന്നിരിക്കുകയാണ്. ഭക്തിക്ക് ആവശ്യമുള്ളത് എന്താണ്? ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ളത് മുഴുവൻ കർത്താവ് തന്നിരിക്കുകയാണ്. അങ്ങനെയാണ് പുതിയ നിയമത്തിലെ വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുക എന്നുള്ളതാണ്. പല വിധത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ഇനി ഓരോ സഭകൾ, ഓരോ മതത്തിനും ഓരോ വിശ്വാസമുണ്ട്. ഓരോ സഭയ്ക്കും ഓരോ വിശ്വാസമുണ്ട്. ഓരോ സമൂഹത്തിനും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ വിശ്വാസമുണ്ട്. ഓരോ സംഘടനകൾക്ക് ഓരോ വിശ്വാസമുണ്ട്. എല്ലാം വിവിധങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ്. സഭകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ സഭകളിൽ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചിലർ വിശ്വസിക്കുന്നത് മനുഷ്യരെല്ലാം പാപികളാണ്.
അവൻ പാപത്തിൽ മരിക്കുന്നു. അതാണ് യോഹന്നാൻ അപ്പോസ്തലന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ അപ്പോൾ മരിക്കുന്നത് എങ്ങനെയായിരിക്കും? പാപത്തിലായിരിക്കും മരിക്കുന്നത്. എല്ലാവരും പാപികളാണെന്ന് പറഞ്ഞാൽ പാപത്തിലാണ് മരിക്കുന്നത്. പാപത്തിൽ മരിച്ചവർ ഉയർത്തിയ കർത്താവ് വരുമ്പോൾ പാപത്തിൽ മരിച്ചവർ ഉയർക്കുമെന്നല്ല, പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ, പ്രൈസ് ദി ലോർഡ്, ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറഞ്ഞാൽ പാപികളല്ല. അപ്പോൾ എല്ലാവരും പാപികളാണ്. മരിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഒരു വിചാരണ തടവിലേക്ക് കടന്നു പോകും. അതിന് പാതാള പരദീസ എന്നൊക്കെ നമ്മൾ പറയും. അവിടെ കടന്നു പോയിട്ട് ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള വിശുദ്ധന്മാരോ ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ സ്വർഗത്തിലേക്ക് തള്ളിവിടാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് സ്വർഗീയ പരദീസയിൽ അവരെത്തിച്ചേരുന്നത്. ആ വിശ്വാസത്തെ ഒന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അവരവരുടെ വിശ്വാസം അതെങ്ങനെയാണെന്നുള്ള അവരവർക്ക് തിരിച്ചറിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൽ പറയുന്നത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുകയില്ല, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നേ ഉള്ളൂ. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ 17:30 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വിശ്വാസങ്ങളുണ്ട്. അതായത് വർഷത്തിൽ ഒരിക്കൽ പോയി പാപമോചനം പ്രാപിക്കുക, എന്തെങ്കിലും ചില കർമാനുഷ്ഠാനങ്ങൾ ചെയ്ത് പാപമോചനം പ്രാപിക്കുക, അഥവാ മാസത്തിൽ ഒരിക്കൽ പോയി ചില കർമാനുഷ്ഠാനങ്ങളെ അനുഷ്ഠിച്ച് പാപമോചനം പ്രാപിക്കുക, അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ പോയി പാപമോചനം പ്രാപിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? അടുത്ത ആഴ്ച പോയി പാപം ചെയ്തേച്ച് വീണ്ടും വരിക, അത് റിപ്പീറ്റ് ചെയ്യുകയാണ്. അടുത്ത ആഴ്ച പോയി പാപം ചെയ്തിട്ട് വീണ്ടും പാപമോചനത്തിനായി വരിക, വീണ്ടും ക്ഷമ ചോദിക്കാനായിട്ട് വരിക ദൈവസന്നിധിയിൽ. വീണ്ടും അടുത്ത ആഴ്ച പോയി പാപം ചെയ്തിട്ട് വീണ്ടും ക്ഷമ ചോദിക്കാൻ വരിക. ഇത് എന്ന് വരെ തുടരും? ഇത് ജീവിത അന്ത്യം വരെ ഇത് തുടരും. ജീവിത അന്ത്യം വരെ തുടർന്നാൽ അവൻ മരിക്കുന്ന സന്ദർഭത്തിൽ ആരായിരിക്കും? അവനൊരു പാപിയായിരിക്കും. അവൻ പാപിയായിരിക്കുമ്പോൾ സ്വർഗത്തിൽ അവന് പ്രവേശനമില്ല. അതുമാത്രമല്ല, ഈ പാപികളുടെ പ്രാർത്ഥനയോട് ദൈവം കേൾക്കുകയുമില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് യോഹന്നാൻ 9:31 പറഞ്ഞിട്ടുണ്ട്. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് നാം അറിയുന്നു. യോഹന്നാൻ 9:31 പറയുന്നു. അതുകൊണ്ട് പാപികളായിരിക്കുന്നു എന്നുള്ള ആ പറച്ചിൽ നിർത്തുക. നാം അപ്പോൾ എങ്ങനെയായി തീർന്നു? പാപത്തിൽ നിന്ന് എത്ര വ്യക്തമായിട്ടാണ് പൗലോസ് അപ്പോസ്തലനും മറ്റ് അപ്പോസ്തലന്മാരും ഒക്കെ നമ്മളെ ലേഖനങ്ങളിൽ കൂടി പഠിപ്പിച്ചിരിക്കുന്നത്. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമെന്നല്ല, എപ്പോൾ പ്രാപിച്ചു? യേശു ക്രൂസിൽ തൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ, അത് നാം വിശ്വസിച്ചപ്പോൾ നമ്മളിൽ ആക്ടിവേറ്റഡായി. പാപത്തിൽ നാം മോചനം പ്രാപിച്ചിരിക്കുന്നു. വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ട് ചെയ്യുന്നതല്ല, കർത്താവ് വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതാണ് മാർട്ടിൻ ലൂതർ വന്ന് നമ്മളെ പഠിപ്പിച്ചത്. വിശ്വാസത്താലുള്ള നീതീകരണം. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായിട്ട് വിശ്വസിച്ച് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. യേശുവിനെ കർത്താവ് എന്ന വായു കൊണ്ട് ഏറ്റുപറഞ്ഞു അവൻ മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. നാം വിശുദ്ധരാക്കപ്പെട്ട് കഴിഞ്ഞു. എബ്രായർ 10:14 നാം നമുക്ക് സൽഗുണപൂർത്തി വരുത്തി. ആരാ? നമ്മളന്ന് വരുത്തിയേ? അല്ല, കർത്താവ് വിശ്വസിക്കുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തി കൊടുക്കുന്നതാണ്. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എങ്ങനെ ജനിപ്പിച്ചു? പാപിയായിട്ടാണോ ജനിപ്പിച്ചേ? അല്ല, വീണ്ടും ജനനം നടക്കുന്നത് പാപമില്ലാത്ത മനുഷ്യനാണ്. പാപം മോചിക്കപ്പെട്ട മനുഷ്യനായിട്ടാണ് പിന്നീട് ജനിക്കുന്നത്. അങ്ങനെ നാം വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്
വീണ്ടും ജനനം പ്രാപിക്കുന്നത്. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണവൻ, പഴയത് കഴിഞ്ഞുപോയി. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നീതീകരിക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധന്മാരെ നീതീകരിക്കുവാൻ വേണ്ടിയാണ് ഒരു സംവിധാനം തൻ്റെ പ്രിയപുത്രനെ ഈ ലോകത്തിൽ ഒരുക്കിയത്. എന്താണ് ആ സംവിധാനം? തൻ്റെ പ്രിയപുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതാണ് റോമർ 4:24 പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നീതീകരണത്തിനായി യേശുവിനെ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ തിരിച്ചറിവൊക്കെ നമ്മൾ എന്നാലും പ്രാപിക്കുന്നേ. നമ്മളെ കർത്താവ് നിരന്തരം സെക്കൻഡുകൾക്ക് വിടവില്ലാതെ നിരന്തരം നീതീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നീതീകരണം നമ്മളില്ലെങ്കിൽ നമ്മൾ എങ്ങനെയായിത്തീരും? എന്നും നമ്മൾ പാപികളായിത്തീരും. അതാണ് 1 കൊരിന്ത്യർ 15:17 പറഞ്ഞിരിക്കുന്നത്. അതായത് യേശു ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശു ക്രിസ്തു ഉയർത്തത് കൊണ്ട് നാം നമ്മുടെ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായും മോചിതരായി കഴിഞ്ഞു. നാം നീതീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സത്യവചനം മനസ്സിലാക്കി സന്തോഷത്തോടെ, സംതൃപ്തിയോടെ, സമാധാനത്തോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവവചനം ജീവന്റെ വചനം നീതി